ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് ശ്രീദേവിയോട് പറയുന്നുണ്ട്, എനിക്ക് ആര്യനോട് ചോദിക്കാനൊന്നും പറ്റില്ല, ഇതൊരു കൂട്ടുകുടുംബമാണ്. അതാകുമ്പോഴത്തേക്ക് ഓരോരുത്തരും അമ്മയും അച്ഛനും ഉൾപ്പെടെ എത്ര കുടുംബങ്ങളാണ് ഉള്ളതെന്നറിയോ. ഇനിയിപ്പോൾ ധർമ്മൻ മാവനും കൂടെ ഒരു കല്യാണം കഴിച്ചാൽ അതും ഒരു കുടുംബമായി. ഇങ്ങനെ ജീവിക്കുന്നിടത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് നടക്കരുത് ശ്രീദേവി. നീ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. പിന്നെ കുറച്ചും കൂടെ നീ എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കണം. കുറച്ചും നീ മകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് എല്ലാം ഇങ്ങനെ തോന്നുന്നത്. സ്നേഹത്തോടു കൂടി എല്ലാം എൻ്റെതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതൊന്നും തോന്നില്ല ഇങ്ങനെ കുറ്റം പറയാനെന്ന്. പിന്നെ ആര്യൻ്റെ സ്വഭാവം, അവൻ എന്തും എവിടെയും വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ന്യായത്തിൻ്റെ ഭാഗത്ത് കൂടെ നിൽക്കുന്നവനുമാണ്. അവനൊരു മോശക്കാരനല്ല, അവൻ നല്ലവനാണ്. അവനാണെങ്കിൽ ആർത്തിയുള്ളവനോ അങ്ങനെയുള്ളവനോ അല്ല. അവൻ്റെ കാര്യങ്ങൾ പോലും അവൻ പലപ്പോഴും നോക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും എടുക്കുന്നതും. മനസ്സിലായോ? പിന്നെ നിനക്ക് വേണ്ടി പോലും നിനക്കൊരു ആവശ്യം വന്നാൽ പോലും നിൻ്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ അവൻ നിൽക്കുന്നത്. അത്ര നല്ല മനസ്സുള്ളതാണ് ആര്യൻ, അത് നിനക്കറിയോ? അങ്ങനെയുള്ളവനോടുത്ത് ഈ നിസ്സാര കാര്യങ്ങൾ ഞാൻ പോയി ചോദിച്ചു ഒരു പ്രശ്നങ്ങളുണ്ടാക്കി മനസ്സിന് വിഷമം ഉണ്ടാക്കണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല ശ്രീദേവി. നീ അത് കുടുംബത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ മിത്രയുടെ ട്യൂഷൻ്റെ കാര്യവും ബീച്ചിൽ മീനാക്ഷി പോയ കാര്യമൊക്കെ നീ എന്തിനായി അച്ഛനോട് പോയി വിളമ്പിയത്? അതിൻ്റെ ആവശ്യം നിനക്കുണ്ടായിരുന്നോ? അവരവരുടെ കാര്യങ്ങൾ അവരവർ പറഞ്ഞോളുമല്ലോ, നീ അതിൻ്റെ ഇടയിൽ കയറി ചെല്ലേണ്ടായിരുന്നു. പിന്നെ മിത്രയെ അച്ഛൻ വഴക്ക് പറഞ്ഞാൽ നീ കേട്ടോണ്ട് നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ഏട്ടത്തി എന്നുള്ള സ്ഥാനത്ത് നീ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ട, അച്ഛനോട് എതിർത്ത് നിന്ന് സംസാരിക്കണ്ട. എന്നാലും മിത്രയ്ക്ക് ഒരു സൈഡിൽ നിന്ന് പറയായിരുന്നല്ലോ, നീ അത് ചെയ്തോ? ഇല്ലല്ലോ. അതൊക്കെയാണ് വേണ്ടത് ശ്രീദേവി. അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവിയോട് പറയുമ്പോൾ ശ്രീദേവി അന്തം വിട്ട് കേട്ടോണ്ട് നിന്നിട്ട് പറയാം, ഹോ അത് ശരി, അപ്പോൾ ഇതൊക്കെയാണ് ആനന്ദേട്ടൻ്റെ മനസ്സിൽ. ഞാനെങ്ങനെ പോയാലും എൻ്റെ മനസ്സ് വിഷമിച്ചാലൊന്നും ആനന്ദേട്ടന് ഒരു കുഴപ്പവും ഇല്ലല്ലേ. ഞാൻ എങ്ങനെ പോയിക്കോട്ടെ, ഇനി എൻ്റെ ഒരു വിഷമങ്ങളും ഞാൻ ആനന്ദേട്ടനോട് പറയില്ല. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുകയും വേണ്ട. ഇനി എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കുകയും പരിഹരിക്കുകയും ചെയ്തോളാം. ശരി എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ചെന്ന് കിടന്ന് ഒരേ ഒപ്പാരും കരച്ചിലും ഒക്കെ തുടങ്ങിയിട്ട് ശ്രീദേവി. ആനന്ദാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. തൊട്ടപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിൽ അച്യുതൻ പറഞ്ഞല്ലോ വീട് പണയപ്പെടുത്തണമെന്ന്. അത് ആലോചിച്ച് തന്നെയാണ് ആനന്ദൻ അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. ചോദിക്കുന്നുണ്ട്, എന്താ ആനന്ദ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? വീട് പണയം വയ്ക്കുന്ന കാര്യം ഓർത്തിട്ടാണോ? അല്ല അമ്മേ, അതല്ല. എന്നാലും നമ്മുടെ വീട് പണയം വയ്ക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിഷമമുണ്ടോ? എനിക്ക് എന്ത് പ്രശ്നം? ഒരാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്നാലും വീടെന്നൊക്കെ പറയുമ്പോൾ മോനെ, നമ്മൾ കഷ്ടപ്പെട്ട് വീട് നമ്മുടെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അങ്ങനെ നഷ്ടപ്പെടുകയൊന്നുമില്ല അമ്മേ. നമ്മൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ കാര്യം തന്നെ തീർത്ത് നമുക്ക് എല്ലാ പ്രമാണമൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറയണം. എനിക്ക് ഒരു എതിർപ്പും ഇല്ല മക്കളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത് അത് തന്നെ മതി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, ഈ വീടും സ്ഥലമൊക്കെ എൻ്റെയും അച്യുതൻ്റെയും പേരിലാണല്ലോ പ്രമാണം ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. എന്താ മോനെ നീ അങ്ങനെ ചോദിച്ചത്? അതല്ല, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാണ്ട് ഈ വീടും സ്ഥലവും കൂടെ അച്യുതൻ്റെ പേരിലോട്ട് മാത്രമാക്കി കൊടുക്കമ്മേ. എനിക്കിപ്പം ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഉടനെ അമ്മ പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? അല്ല വേറൊന്നും കൊണ്ടല്ല, അച്യുതൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ, അതല്ലേ അതിന് ശരിയാണെന്ന് എനിക്ക് തോന്നണു. ചെയ്യാം, വരട്ടെ, അതിനൊക്കെ സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അമ്മ പറഞ്ഞിട്ട് എണീറ്റ് പോവാട്ടോ. പിന്നെ നമ്മൾ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷിയും ആകാശവും കൂടെ കൊച്ചിയിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. നേരെ വരുന്ന ഓട്ടോയിൽ വന്നിങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ഇറങ്ങി അതിനു മുന്നേ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആര്യനാണ് കേട്ടോ. ആര്യൻ ഒരു ചുരിദാറൊക്കെ വാങ്ങിച്ചും കൊണ്ട് വരികയാണ് നമ്മുടെ മിത്രയ്ക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ മിത്ര ഒരു ചുരിദാർ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താന്ന്? നീ എടുത്ത് നോക്ക്, കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു ചുരിദാറാ. ഇത് ഡ്രസ്സാണല്ലോ. ആർക്കാ ആര്യ? അനുമോൾക്ക് വേണ്ടിയിട്ടാണോ? അനുമോൾക്കല്ല, അത് മിത്ര നിനക്കാണെന്ന് മടിച്ച് പറയാം. എന്താര്യം പറഞ്ഞത്? എനിക്ക് വേണ്ടിയിട്ടോ ചുരിദാർ വാങ്ങി തന്നത്? സത്യമാണോ ഈ പറയുന്നത്? അതേ സത്യം തന്നെയാണ്. ഇപ്പം എന്തായിരുന്നു ഇത്ര അത്യാവശ്യം പെട്ടെന്ന് ഓടിപ്പോൾ എനിക്ക് ഉടുപ്പെടുക്കാൻ? അല്ല, നീ വന്ന കാലം മുതലേ നീ ഇടുന്ന 1-2 ഡ്രസ്സുകളാണ് സ്ഥിരമായിട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തന്നേ ഉള്ളൂ. അത് ശരി, പക്ഷേ എനിക്കിഷ്ടമായി, ഞാൻ നോക്കട്ടെ എന്ന് പറയാം. അപ്പം ആര്യം പറയുന്നുണ്ട്, നീ അതിട്ടൊക്കെ നോക്ക്, പാകമായില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങണം, ബില്ലൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നീ ഇടുമ്പോഴത്തെ വലിയ വില കൂടിയതൊന്നും അല്ല കേട്ടോ, ഇത് കുറച്ച് വില കുറഞ്ഞതാ. അപ്പോൾ ഉടനെ മിത്ര വന്നിട്ട് പറയാം, എന്താ ആര്യ ഈ പറയണേ? പൈസയിലും വിലയിലൊക്കെയാണോ കാര്യം? ആര്യനൊരു സാധനം വാങ്ങിച്ചു തരിക എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ലേ? എനിക്ക് ഇതിൽപ്പരം ഒരു സന്തോഷമുണ്ടോ?
ഞാനൊന്ന് നോക്കട്ടെ കണക്കാണോന്ന് എന്ന് പറഞ്ഞ് ചുരിദാർ എടുത്ത് കണ്ണാടിയുടെ മുന്നിലേക്ക് കൊണ്ട് ദേഹത്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ കളറും അതിൻ്റെ അളവും ഒക്കെ കറക്റ്റായിട്ട് ആര്യ നമ്മുടെ മിത്രയ്ക്ക് ഇഷ്ടപ്പെടുക കേട്ടോ. അങ്ങനെ ഓടി വന്ന് ആര്യനോട് പറയാം, ഒരുപാട് താങ്ക്സ് ഉണ്ട് ആര്യ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്ക് സന്തോഷം ആര്യ, എനിക്ക് വേണ്ടി ഇത് വാങ്ങിക്കൊണ്ട് വന്നല്ലോ എന്ന്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെയാണ് ആ രാത്രി കഴിഞ്ഞു പോകുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ്, നേരെ വെളുത്തുടനെ തന്നെയാണ് മീനാക്ഷിയും ആകാശും കൂടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങാം കേട്ടോ. വന്ന് ഇറങ്ങിയ പടം തന്നെ മുറ്റത്ത് കോലം വരച്ചിട്ടുണ്ട്. അപ്പോൾ മീനാക്ഷി ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശേ എന്തായി കാണുന്നേ? ഓരോ ദിവസം തെല്ലുന്തോറും ആകാശിൻ്റെ ഏട്ടത്തിയുടെ ഈ ഒരു കോലം വലുതായി വലുതായി വരികയാണല്ലോ. ഇങ്ങനെ വലുതായാലേ മുറ്റം കടന്ന് പോവോ, അതോ ഇനി കൃഷ്ണമംഗലത്തെ മതിലിടിച്ച് അപ്പുറത്തൊക്കെ പോവേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിയാക്കാട്ടോ മീനാക്ഷി. പക്ഷേ ആകാശിൻ്റെ മുഖം തെളിയണില്ല, വല്ലാത്ത വെപ്രാളവും ടെൻഷനും. എന്താ ആകാശിന് പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ വിഷമിച്ചിരിക്കണേ? ഇന്നലെ മൂലം ഞാൻ ശ്രദ്ധിക്കുക, അവിടെ ഹോട്ടൽ റൂമിൽ വെച്ച് ഒരു വല്ലായ്മയുണ്ട്. എന്താണ് ആകാശേ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആകാശിന് അച്ഛൻ്റെ നിന്ന് വഴക്ക് കിട്ടുന്നുള്ള പേടിയില്ല. അങ്ങനെ കയറി അകത്തേക്ക് വരാം കേട്ടോ. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഓടി വരുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീദേവി വന്നു, ആഹാ നിങ്ങൾ എത്തിയോ? വാ നിങ്ങളെല്ലാവരും പോയി ഫ്രഷ് ആവോ, ഞാൻ കുറച്ച് ചായയൊക്കെ ഇട്ട് വരാം എന്ന് വലിയ ഗമയിൽ പറയാട്ടോ ശ്രീദേവി. അപ്പോഴാണ് ഗോമതി ഓടി വന്ന്, മോളെ മീനാക്ഷി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. അങ്ങനെ തൊട്ട് പിറകെ ആനന്ദ് വരുന്നുണ്ട്, പിന്നെ മിത്രയും നമ്മുടെ ആര്യനും കൂടെ അങ്ങോട്ട് കയറി വരിക. എല്ലാവരും വരുന്നുണ്ട്. ഏട്ടാ അത് ശരി, വന്നല്ലോ അല്ലേ, സുഖമായിരുന്നല്ലോ യാത്രയൊക്കെ, എന്നാൽ പിന്നെ ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആര്യൻ. ഉടനെ ബാലൻ പറയാം, നിൽക്കുക, പോവാൻ വരട്ടെ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. അപ്പോൾ ഉടനെ ഗോമതി പറയാം, അവരിപ്പം വന്ന് കയറിയല്ലേ ഉള്ളൂ ബാലേട്ടാ, അതൊക്കെ ശരിയായിരിക്കും, എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് പോയാൽ മതി, കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാം. ആകാശേ നിൻ്റെ ഫോൺ എന്താ? ഫോൺ എന്തെങ്കിലും ഉണ്ടച്ചാ? ഫോൺ എന്താ ഓണല്ലാത്തത്? ഞാൻ ഒത്തിരി തവണ നിന്നെ വിളിച്ചിരുന്നല്ലോ. അതച്ചാ സ്വിച്ച് ഓഫായി പോയതാ. സ്വിച്ച് ഓഫായി പോയോ? സ്വിച്ച് ഓഫായി പോയെങ്കിൽ അതെങ്ങനെ ആയിപ്പോയി? അത് ചാർജ് തീർന്നിട്ടാണ്. ചാർജ് തീർന്നിട്ടാണല്ലേ. ഞാൻ എന്തൊക്കെ ജോലിക്കാര്യങ്ങളാണ് നിന്നെ ഞാൻ ഏൽപ്പിച്ചത്, അതൊക്കെ നീ കൃത്യമായി ചെയ്തോ? ഒരേ ഒരു മണിക്കൂർ ആ കടയിൽ നിന്ന് കാശ് കൊടുക്കണം, നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ അത് ചെയ്തോ? ഇല്ല. പിന്നെ കുറച്ച് കാച്ച അത് ഞാൻ അവരെന്തായാലും ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അച്ഛാ. ശരി, എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കടകളിൽ നിന്ന് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു, അതൊക്കെ നീ വാങ്ങിച്ചോ? അച്ഛാ അത് അവർ അക്കൗണ്ടിലേക്ക് അയക്കാമെന്നാണ് പറയണത്. അയച്ചോ? എന്നിട്ട് അല്ല അയച്ചോന്നറിയില്ല. എന്നാൽ ഇതുവരെയായിട്ടും അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. ഒരുപാട് തവണ ഞാൻ അവരെ വിളിച്ച് കാശിന് വേണ്ടി ചോദിച്ചിട്ടും അയച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നേരിട്ട് പോയി വാങ്ങാൻ പറഞ്ഞത്. എന്നിട്ട് നീ എന്താ പരിപാടി കാണിച്ച് വീണ്ടും അവർ അക്കൗണ്ടിലേക്ക് അയക്കുന്നു? നിനക്കപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കില്ല നിൻ്റെ ജോലിയല്ലേ എന്ന് പറയുമ്പോൾ ഉടനെ ആര്യം പറയാം, എന്താ വെച്ചാൽ ഇത്, അവരിപ്പോൾ വന്ന് കയറിയല്ലോ, അവർക്കൊന്ന് വിശ്രമിക്കാനെങ്കിലും ഒരു സമയം കൊടുക്കുക, നിങ്ങൾ പോയി ഫ്രഷ് ആവുമെന്ന് പറയാം. അവരങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും ബാലം പിടിച്ച് അവിടെ നിർത്താം. എന്നിട്ട് ആര്യനോട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ തലയിരിക്കുമ്പോൾ വാലാടണ്ടെന്ന് പറ ഗോമതി. ഓരോരുത്തരും അവരവരുടെ അതും കണ്ടും അറിഞ്ഞു നിന്നാൽ മതി. അങ്ങനെ കണ്ടും അറിഞ്ഞു നിന്നാൽ ശരിയാവില്ലല്ലോ എന്ന് ആര്യനും തിരിച്ച് വൃത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരവരുടെ സ്വഭാവം കൂടെ കുറച്ച് നന്നാക്കണമെന്ന് ആര്യം പറയുക അച്ഛനോട്. അപ്പോൾ പിന്നെ ആനന്ദ്, എടാ മിണ്ടാതിരിക്കുക. അപ്പോൾ ഗോമതിയും പറയുന്നുണ്ട്, അച്ഛനോട് തർക്കുത്തരം പറയാതെ മിണ്ടാതിരിക്കുക. പിന്നല്ലാതെ ഞാൻ എന്ത് പറയണോ അമ്മേ? എന്താ ചെയ്യുക? ആകാശേട്ടനെ ഏൽപ്പിച്ച എല്ലാ ജോലികളും ചെയ്തില്ലേ, ഇപ്പോൾ ഇത് മാത്രം വലിയ കുറ്റമായിട്ട് പറയാൻ എന്തിരിക്കുന്നു? നിനക്കൊക്കെ എന്തറിയാടാ, ഞാൻ കഷ്ടപ്പെട്ടും ഇതുപോലെ അധ്വാനിച്ചും ഇവിടം വരെ എത്തിയതുകൊണ്ട് നീയൊക്കെ ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ആകാശം, നീ ഒരു കാര്യം ഓർത്തോ, നിനക്ക് ഞാൻ പറയുന്ന ജോലിയൊന്നും നിനക്ക് ചെയ്യാൻ നേരമില്ല. പക്ഷേ നീ കറങ്ങി നടക്കുന്ന ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ, അതിന് നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? അപ്പോഴാണ് ഇവർ അന്തം വിട്ടുപോകണം കേട്ടോ. ബീച്ചിൽ പോയ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു എന്ന്. ബീച്ചിൽ പോയി അത് ഫോട്ടോ എടുത്ത് ഇവിടെ എല്ലാവർക്കും അയച്ചു കൊടുക്കണതിന് നിനക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ നിൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി. നീയൊക്കെ ഞാൻ ഏൽപ്പിച്ചൊരു ജോലി ഉത്തരവാദിത്തോട് ചെയ്യാൻ അറിയില്ല, പിന്നെ എങ്ങനെയാണ് നീയൊക്കെ ബീച്ചിലും അവിടെ എവിടെയും പോയി കറങ്ങി നടക്കേണ്ടത് എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങാട്ടോ. അപ്പോൾ ഗോമതി പറയാം, എന്താ ബാലേട്ട ഇങ്ങനെ പറയണത്? നീ മിണ്ടാതിരിക്കടി, ഇവൻ മരം മണ്ടനാണ്, മരക്കഴുത, മരപ്പെട്ടി തലയൻ എന്നൊക്കെ പറഞ്ഞ് തലയിൽ ഒരു കൊട്ടും വെച്ച് കൊടുക്കുന്നുണ്ടോ. ഇത് കട്ടിട്ട് നേരെ നമ്മുടെ ശ്രീദേവി ഒരു കക്കക്കാന്ന് ചിരിക്കാൻ കേട്ടോ. മീനാക്ഷിക്ക് ദേഷ്യം വന്ന് ചിറഞ്ഞു നോക്കുമ്പോൾ ശ്രീദേവി പെട്ടെന്ന് ആ ചിരി നിർത്തുകയാണ്. എല്ലാവരും കണ്ടു കേട്ടു അപ്പോൾ ശ്രീദേവി ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ആകാശന് മണ്ടനെന്നും മരമണ്ടനെന്നും കഴിവ് കെട്ടനെന്നും ഒരു ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവനെന്നും അങ്ങ് തരം താഴ്ത്തി അങ്ങ് പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച്. ആകാശമൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക. പക്ഷേ മീനാക്ഷിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നല്ലോ, അതുകൊണ്ട് മീനാക്ഷി അന്തം വിട്ട് നിൽക്കുക, അച്ഛൻ എന്തൊക്കെയായി പറയണേന്ന്. അവസാനം ബാലൻ അങ്ങ് അകത്ത് കയറി പോകുമ്പോൾ മീനാക്ഷി ഒറ്റ പോക്ക് പോവാൻ കേട്ടോ. മോളേന്ന് വിളിച്ചിട്ട് പോലും നിൽക്കണില്ല, സങ്കടം കൊണ്ട് പോവുക. ആ നേരം
അമ്മയോട് തന്നെ പെട്ടെന്ന് നമ്മുടെ ആര്യം പറയാനുണ്ട്. ആകെപ്പാടെ ഇത്രയും നാൾക്ക് ശേഷം ആകെ 2 ദിവസമാണ് ഏട്ടനെ ഏട്ടത്തിക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്, അതുപോലും കളഞ്ഞു കുളിപ്പിച്ചു, സമാധാനമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും പോവാട്ടോ. അങ്ങനെ അടുക്കളയിൽ നിന്നും കൊണ്ട് അമ്മയും മീനാക്ഷിയും ഇത്രയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനാക്ഷിയുടെ സങ്കടം കൊണ്ട് ഉടനെ ഗോമതി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ, അല്ലെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അപ്പം എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയും. എന്നെപ്പോലും നിനക്കറിയില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയണത്, വല്ലതും ചോദിച്ച കഴിയാ പറയും, ചന്തയെ വെച്ചല്ലോ പറഞ്ഞത്, വീട്ടുകാരുടെ മുന്നിൽ വെച്ചല്ലേ, പിന്നെ എന്തിനാ ഇത്ര നാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നത്, അതുകൊണ്ട് ഇതൊക്കെ വിട്ടുകള മോളെ. അങ്ങനെയല്ല ആകാശിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത്രത്തോളം തരതാഴ്ത്തിയൊക്കെ പറഞ്ഞില്ലേ, എത്ര പണിയാണ് ആകാശിന് കൊടുത്തത്, 2 ദിവസം കൊടുക്കാൻ പോയതിന് 20 ദിവസത്തെ പണി ആകാശിനെ കൊണ്ട് ചെയ്യിച്ചത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ജോലി കാര്യങ്ങൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആകാശിനെ ഞാൻ ബീച്ചിലേക്കൊന്നും വിളിച്ചിട്ട് പോവില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉണ്ണി മിത്ര പറയുന്നുണ്ട്, അത് ശരിയാ, മീനാക്ഷി ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം തന്നെ മുഖം കണ്ടപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ മീനാക്ഷി ചേച്ചിയുടെ അത്ഭുതം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയെന്ന് പറയാം കേട്ടോ. ഉടനെ മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, ശ്രീദേവി ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ശ്രീദേവി അല്ല ദേവി, എന്താ അവിടെ നിന്ന് ആകാശിനെ കുറ്റം പറഞ്ഞപ്പോൾ ചിരിക്കണ കണ്ടില്ലേ, അത് ശരിയാ മോളെ, അവൾ എന്ത് പെണ്ണാ, ആരെന്ത് പറയണമെന്നറിയ ആ സമയത്ത് നിന്ന് ചിരിക്കുക എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മോളെ, നിങ്ങൾ ബീച്ചിൽ പോയ കാര്യവും ഈ കൊച്ച അച്ഛനോട് പറഞ്ഞു കൊടുത്തതെന്ന് പറയാം. അതെങ്ങനെ ഇവരറിഞ്ഞു? ഞാനാണെങ്കിൽ ഫോട്ടോസ് അപ്പച്ചി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴും ഓടി വന്ന് തലയിട്ട് എത്തി നോക്കി, എന്നിട്ട് അതേപടി പറയരുതെന്ന് പറഞ്ഞതാ അങ്കിളിനോട്, എന്നിട്ടും എല്ലാ കാര്യങ്ങളും അച്ഛൻ വന്നുകൊണ്ട് തന്നെ വിളമ്പി കൊടുത്തു മോളെ, എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യവും ബാലേട്ടൻ്റെ ചെവിയിൽ എത്തിച്ച് കൊടുക്കും, അവരെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ മോളെ നീ വഴക്കിനൊന്നും പോവല്ലേ, വഴക്കൊന്നുമല്ല, അവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ശ്രീദേവി കയറി വരുന്നത് കേട്ടോ. ആഹാ, എല്ലാവരും ഇവിടെ നിൽക്കുകയാണല്ലേ, അത് ശരി, ഞാൻ അവിടെയൊക്കെ നോക്കിയല്ലോ. മീനാക്ഷി എന്തോ പറ്റി, ഞാനൊരു ചൂട് ചായ എടുക്കട്ടെ? അപ്പോൾ മീനാക്ഷി, ചൂട് ചായ നിങ്ങളെല്ലാവർക്കും ചൂടോടെ ആണല്ലോ കൊടുക്കണത്. അയ്യോ എന്തു പറ്റി മീനാക്ഷി, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിങ്ങളുടെ അഭിനയമൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് എടുത്തേക്കരുത് കേട്ടോ. മീനാക്ഷി എന്താ ഇങ്ങനെ പറയണത്? മീനാക്ഷിക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? നിങ്ങളെ കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട, നിങ്ങൾ പറയണത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി എന്ന് അപ്പോൾ ഉടനെ ഗോമതി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും മീനാക്ഷിയും, ഒന്നും മിണ്ടാതിരിക്കാമേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ എല്ലാം ആയിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എൻ്റെ ആകാശിന് അവിടെ നിന്ന് അച്ഛൻ വഴക്ക് പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്തിനാ ചിരിച്ചത്? അയ്യോ ചിരിച്ചോ? ഞാൻ ചിരിച്ചൊന്നുമില്ല, ഇതിൽ ഏക്കണില്ല കേട്ടോ. അവസാനം ഗോമതിയും ഇത്രയും പറയുന്നുണ്ട്, കള്ളത്തിനൊന്നും പറയണ്ട, ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് നിങ്ങൾ ചിരിക്കുന്നത്. ആകാശേട്ടനെ മരമണ്ടാനും മരപ്പെട്ടിത്തലയാന്നൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ? ഓ അതാണോ? അത് ആകാശിനെ പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ ഞാൻ ചിരിച്ചത്, മരപ്പെട്ടിത്തലയാന്ന് വിളിച്ചപ്പോഴേ ഞാൻ മരപ്പെട്ടിയെക്കുറിച്ച് ഓർത്തു, അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ, അതുകൊണ്ടാണ് എനിക്ക് ചിരി വന്നതെന്ന് പറയണം. അപ്പം മീനാക്ഷിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിനയവും ഈ ഒരു അടവും ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരല്ലേ, നിങ്ങളെ 24 മണിക്കൂറും പറയുമല്ലോ എൻ്റെ അമ്മ പഠിപ്പിച്ച എല്ലാം വിട്ടത്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ ആരോട് എങ്ങനെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം, ഏത് ഭാഗത്ത് ചിരിക്കണം, എങ്ങനെ പെരുമാറണം, ഇതൊന്നും നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിച്ച് വിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് മീനാക്ഷി പറഞ്ഞിട്ട്, മേലിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ നിങ്ങളുടെ കാര്യമല്ലാതെ മറ്റൊരാളുടെ കാര്യം നിങ്ങളിനി മേലിൽ ഇടപെട്ട് പോകരുത് നിങ്ങൾ എന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് മീനാക്ഷി പോവാട്ടോ. അങ്ങനെ ശ്രീദേവി അന്തം വിട്ട് കണ്ണും ഒഴിച്ച് വെച്ച് നിൽക്കുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.